ഹലോ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മീക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. മിയാമോന് അത്യാവശ്യം നല്ല പനിയും ഒരു കഫക്കെട്ടൊക്കെ ഉണ്ട്. മീക്കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ മിവാമോനും വന്ന് ഒരു 2 ദിവസം കൊണ്ട് തന്നെ അവനും കൊടുക്കും. പിന്നെ നമ്മൾ അതുകൊണ്ടുള്ളൊരു കളിയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് സ്ഥിരം കാണിക്കുന്നു. നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്നു. ഓട്ടോറിക്ഷ വന്നു, നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റലാണ്. കാക്കയഞ്ചാൽ പാലേരി എന്ന് പറയും. ഇവിടെ അടുത്തൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ വീട് പോലെയാണ്, എന്നാൽ ഹോസ്പിറ്റലാണ്. അപ്പം പുറമൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മുടെ നോർമൽ വീട് പോലെ അല്ലാതെ നല്ല. മിവാമോന് പനി അത്ര വലുതായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്ര ക്ഷീണമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ എത്തിയ 2 പേരും ഫുൾ ടൈം കളിക്കാനായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവർ ആശുപത്രിയിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആശുപത്രിയിൽ നിന്നൊക്കെ വന്നു. പിന്നെ വൈകുന്നേരം മേക്കുട്ടിക്ക് കൊടുക്കാനുള്ള മിവാനൊക്കെ കൊടുക്കാനുള്ള ഫുഡിൻ്റെ പരിപാടിയായി. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും ഇങ്ങനെ ബിരിയാണി റൈസ് ഇപ്പം അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമുക്ക് അത് കഴിച്ചാൽ ദഹിക്കാനും വിഷമമാണ്, നമുക്ക് ഭയങ്കര ദാഹമാണ്. കുഞ്ഞുങ്ങൾക്ക് ഞാനിപ്പോൾ അങ്ങനെ അധികം കൊടുക്കാറില്ല. നേരത്തെയൊക്കെ നമ്മൾ ബിരിയാണി റൈസ് തന്നെ വാങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് അവർക്ക് വൈകുന്നേരം പച്ചരി, നമുക്ക് അതുപോലെ തന്നെ ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല, എന്നാൽ നമുക്ക് വലിയ ദോഷമില്ലാതെ പച്ചരി വെച്ച് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പച്ചരി വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഇപ്പം ഞാൻ മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കൽ. കുഞ്ഞു മക്കൾക്കെല്ലാം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഹെൽത്തി അത് തന്നെയാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ക്യാരറ്റ് ചേർക്കും. ക്യാരറ്റ് കുറച്ചും കൂടി ഹെൽത്തി ആയതുകൊണ്ട് നമ്മൾ ബീൻസൊന്നുമില്ല, ബീൻസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എനിക്ക് ചേർക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ കൂടുതലും സ്ഥിരമായി ഇടുന്ന സാധനം ഒന്ന് ക്യാരറ്റും സവോളയും തന്നെയാണ്. ബീൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് വെജിറ്റബിൾ ബിരിയാണി പോലെ തന്നെ കുറച്ചും കൂടി വെജിറ്റബിൾ കുട്ടികൾക്കെല്ലാം ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ ഹെൽത്തി ആണല്ലോ. അപ്പം കുറച്ച് നന്നായിട്ട് ക്യാരറ്റ് അധികം ഇടാറുണ്ട്. പിന്നെ നമ്മൾ പാത്രമൊക്കെ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ചോറ് ഞാൻ കൂടുതലും കുക്കറിലാക്കൽ. ചിലവർ പാത്രത്തിലും വേവിച്ച് ഊറ്റിയെടുക്കാറുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ ചെയ്യാറ്. അപ്പം നമുക്കതിൻ്റെ റൈസിലെ വെള്ളം എല്ലാം വെജിറ്റബിളിൻ്റെ ആയാലും നമുക്ക് ഗുണങ്ങളെല്ലാം ആ ചോറിൽ തന്നെ കിട്ടും. മറ്റേ റൈസ് നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഈ കറുവപ്പട്ടേനെല്ലാം കിട്ടുന്നല്ലാതെ നമുക്ക് വേറെ വലിയ കാര്യം തോന്നാറില്ല. അപ്പം ഞാൻ കൂടുതലും കുക്കറിൽ നമ്മളെ കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഉള്ളിയും ക്യാരറ്റൊക്കെ നന്നായി വഴറ്റി നെയ്യും കുറച്ച് സമയമായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കറുവപ്പട്ടയും നമുക്ക് അധികം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാകുമ്പോൾ നമുക്ക് അധികം വേണ്ട, ഏലക്കായും ഗ്രാമ്പും എല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും, ക്യാരറ്റും ഉള്ളിയും കൂടെ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പച്ചരി എടുത്തേക്കുന്നത്, പച്ചരി നന്നായി വാഷ് ചെയ്ത് ആ പച്ചരി കൂടി ഇട്ട് ജസ്റ്റ് അധികം വഴലുണ്ട, സവാളയൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. അധികം മൂത്ത് ഫ്രൈ ആവുക അങ്ങനെയൊന്നും വേണ്ട. അപ്പം നമ്മൾ പച്ചരിയും കൂടി ഇട്ട് വേണ്ട വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. ഇതിൻ്റെ മല്ലിയില കറിവേപ്പിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കും. അങ്ങനെയാണ് മക്കൾക്ക് സിമ്പിളായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. പൊടി വാങ്ങാറില്ല. അപ്പോൾ വീട്ടിൽ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യൽ. ഇപ്പോൾ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ പൗഡർ യൂസ് ചെയ്യലില്ല. ഒന്നെങ്കിൽ കല്ല്, അല്ലെങ്കിൽ കല്ല് നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് അലിപ്പിച്ചിട്ട് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും. പരമാവധി ഇപ്പം ഇത് കെമിക്കലാണല്ലോ, ഇപ്പോൾ ആരും പരമാവധി യൂസ് ചെയ്യലില്ല പൊടി. അപ്പം നമ്മളും പണ്ടേ ഒഴിവാക്കിയായിരുന്നു, കല്ലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അളവ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ മനസ്സിലാവാൻ. പിന്നെ നമുക്ക് ശരിയായി വരും. ഈ കുട്ടി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എത്തി നോക്കുന്നൊക്കെയുണ്ട്. ഇനി നമുക്ക് ചിക്കന് വേണ്ട സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ ജസ്റ്റ് ഒന്ന് വഴറ്റി അതൊന്ന് വേവിച്ചെടുക്കുക വേണ്ടു.
ഞാൻ പറയും ഏറ്റവും സിമ്പിളാണ്. ഇതിലും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ബിരിയാണി ഉണ്ടാവില്ല. ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം. ചിക്കൻ കറിയായിട്ടായാലും ഡ്രൈ ആയിട്ടായാലും വളരെ സിമ്പിളായിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ഇട്ട് ജസ്റ്റ് ആദ്യം ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ട് നമുക്കത് ഉപ്പ് ഇട്ട് നമുക്ക് വേണ്ട മസാലകളെല്ലാം ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊത്തി നമുക്ക് വേവിച്ചാൽ വളരെ ഡ്രൈ ആയി നല്ല രുചിയിൽ നമുക്ക് ചിക്കൻ കിട്ടും. നമ്മൾ ഉള്ളി വഴറ്റാനോ തക്കാളി വഴറ്റാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നീടാണ് ഇങ്ങനെ ചെയ്തപ്പോൾ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ കുറച്ച് പെരുംജീരകപ്പൊടിയും വേണ്ട മസാലകളൊക്കെ ചേർത്ത് പൊത്തി വെച്ച് അടച്ച് കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. കരിവേപ്പില ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ തയ്യാറായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ.